എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മൾ സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയെന്ന് വിചാരിക്കുക, അടുത്ത വീട്ടിലും കറണ്ട് പോയോ എന്ന് നമ്മൾ നോക്കും. അതുപോലെ തന്നെയാണ് മറ്റൊരു വീട്ടിൽ എന്താ നടക്കണമെന്ന് അറിയാൻ നമുക്ക് ഭയങ്കര ആകാംക്ഷയാണ്. അത് പൊതുവേ ഒരു മനുഷ്യരുടെയൊക്കെ ഒരു സ്വഭാവം തോന്നുന്നു. എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ, എല്ലാവരെയും അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ മൈൻഡ് ചെയ്ത് നടക്കുന്നവരുണ്ട്. അനുഭവം കൂടി ഞാൻ പറയാവേ. ഞാനും എൻ്റെ കുഞ്ഞും എൻ്റെ വീട്ടിൽ പോയിരുന്നു കുറച്ച് ദിവസം. അത് ഹസ്ബൻഡിനോട് പിണങ്ങിയിട്ടൊന്നുമല്ല, പക്ഷേ നമ്മുടെ അയൽക്കത്തുള്ളവരൊക്കെ വിചാരിച്ചു ഞാൻ ഹസ്ബൻഡിനോട് പിണങ്ങി വന്ന് നിൽക്കുവാന്ന്. അപ്പോൾ ഇവർ ചോദിക്കാൻ തുടങ്ങി, എന്താണ് ആദ്യമൊന്നും കുഴപ്പമില്ല, എന്നാണ്ട് വിശേഷം, സുഖമാണോ, കുഞ്ഞെന്നെ എടുക്കുന്നോ, അതാ ഇതാ, ഭയങ്കര അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ആൾക്കാർ ചോദ്യങ്ങൾ മാറ്റാൻ തുടങ്ങി. ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എന്താ ഹസ്ബൻഡ് വരാത്തേന്നായി, എന്താ കുഞ്ഞിനെ കാണാൻ വരാത്തേ, ഇത്രയും ദിവസം നിങ്ങൾ ഇതിനു മുമ്പ് നിന്നിട്ടില്ലല്ലോ, എന്ത് പറ്റി ഇപ്രാവശ്യം ഇങ്ങനെ നിൽക്കാൻ. പിന്നെ അടുത്ത ചോദ്യമാണ്, ഹസ്ബൻഡ് എങ്ങനെയാണ് ഫോൺ വിളിക്കുന്നത്, വീഡിയോ കോളാണോ വിളിക്കുന്നത് അതോ സാധാരണ കോളാണോ വിളിക്കുന്നത്, അമ്മായിയപ്പൻ വിളിക്കാറുണ്ടോ, അമ്മായിയമ്മ വിളിക്കാറുണ്ടോ, അവരെങ്ങനെയാണ് വിളിക്കുന്നത്, കൊച്ചിനോട് മിണ്ടാറുണ്ടോ, ഇതെല്ലാം പോട്ടേന്ന് വയ്ക്കാം. ഒക്കെ ആൻസർ കൊടുത്ത് എല്ലാം ആയി. നമ്മുടെ വീടിൻ്റെ 2 വീട് അപ്പുറത്തുള്ള ചേച്ചി വന്ന് ഇപ്പുറത്തെ ചേച്ചിയോട് ചോദിക്കുകയാണ്, ആ വീട്ടിൽ ആ പെണ്ണ് വന്ന് നിന്നിട്ട് കുറച്ച് ദിവസമായല്ലോ, അവളെന്താ വീട്ടിൽ പോകത്തെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഈ ചോദിക്കുന്ന ചേച്ചിയുടെ മോളെ കെട്ടിയവൻ്റെ വീട്ടിൽ നിന്ന് വഴക്കൂടി വന്ന് നിൽക്കുക. അപ്പം ഇവരുടെ മനസ്സിൽ ചിന്ത എന്നാന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെയാണെന്നാണ് വിചാരം. അതുകൊണ്ടായിരിക്കും അവിടെ കെട്ടിയവനോടും കെട്ടിയവൻ്റെ വീട്ടുകാരോടും വഴക്കൂടി വന്ന് നിൽക്കുകയാണെന്ന്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ. ഇപ്പം വീട്ടിൽ പോവുകയാണെങ്കിൽ വല്ലപ്പോഴൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ കെട്ടിച്ചുവിട്ട വീട്ടിലെ ജോലികൾ കാര്യങ്ങൾ, നമ്മൾക്ക് കുഞ്ഞ് കുടുംബം പ്രാരാബ്ദമൊക്കെ വരുമ്പം നമ്മൾ ആരെങ്കിലും എപ്പോഴും നമ്മുടെ വീട്ടിൽ പോയി എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകും, അല്ലെങ്കിൽ കല്യാണങ്ങൾക്കോ അങ്ങനെയുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾക്കേ പോകും. പോയാൽ തന്നെ നമ്മൾ ഒരു ദിവസമൊക്കെ കഷ്ടിച്ച് നിന്നു എന്ന് പറയാം. ദൂരത്തുള്ളവരാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് പോകാൻ സമയം കിട്ടാതെ വരുന്നതുകൊണ്ടാണ് സ്വന്തം വീട്ടിലൊന്നും തങ്ങിയെന്നും വരും, അങ്ങനെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ പൊതുവെ ഒരു സ്വഭാവമാണ് ആൾക്കാർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുക. അവർക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ കിട്ടിയവന് പിണങ്ങിയാണ്, ഇച്ചിരി ചോറിന് വയറൊന്ന് വീർത്തിന്നാ ചോദിക്കും, ഗർഭിണിയാണെന്ന് ചോദിക്കും. ആ തരത്തിൽ പോകും ആൾക്കാരുടെ ചോദ്യങ്ങളും അവരുടെ ആകാംക്ഷകളും. ഇവർ ശരിയായ ജീവിതത്തിൽ പോകുന്നുണ്ടോ. ഇപ്പോഴാണ് പൊതുവേ ഡൈവോഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടല്ലോ, പഴയതിനേക്കാൾ ഇരട്ടിയായി ഡൈവോഴ്സിൻ്റെ എണ്ണം. അതുകൊണ്ടൊക്കെ തന്നെ ആൾക്കാരങ്ങ് വിചാരിക്കും ഇവർ വന്ന് നിന്ന് ഇനി ഉടനെ ഡൈവോഴ്സ് വാർത്ത കേൾക്കാം, അങ്ങനെയുള്ള തരത്തിൽ പോകും സാധാരണക്കാരെ നമ്മുടെ ജീവിതം. എന്നാൽ ഒരു സെലിബ്രിറ്റീസിൻ്റെ ജീവിതവും കൂടി അങ്ങനെ ആവുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും അത് എടുത്തിട്ട് ചർച്ചയാക്കും, എല്ലാവരും വീട്ടിൽ വെറുതെ ഇരുന്ന് സംസാരിക്കും. സംഭവിച്ചൊരു ഡൈവോഴ്സ് കഥയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന മറ്റാരെക്കുറിച്ചല്ല, ക്രിസ് വേണുഗോപാലിനെ കുറിച്ചും ദിവ്യ ശ്രീധരനെ കുറിച്ചുമാണ്. ഇവർ രണ്ടുപേരും സീരിയൽ തിളങ്ങി നിൽക്കുന്ന സ്റ്റാറുകളാണ്. അങ്ങനെ അവർ വിവാഹം പബ്ലിഷ് ചെയ്തപ്പോൾ ഇവരെക്കുറിച്ചുള്ള ന്യൂസുകൾ കൂടുതൽ സോഷ്യൽ മീഡിയ വരാൻ തുടങ്ങിയപ്പോൾ വേണുഗോപാലിൻ്റെ ഫീച്ചേഴ്സാണ് പ്രശ്നം. ഇത് താടി നരച്ചു, മുടി നരച്ച്, അങ്ങനെ ഒരു മനുഷ്യൻ. തന്നെ ഇവർ ചിന്തിക്കാൻ തുടങ്ങി, ഈ വയസ്സിനെയാണോ ആ പെണ്ണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ള തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ ക്രിസ് വേണുഗോപാൽ അതിനുമാത്രം പ്രായമൊന്നുമില്ല, എന്നാലും ആ ഒരു സീരിയലിന് വേണ്ടി പുള്ളി ആ മേക്ക് ഓവർ നടത്തിയതാണ്. അതുപോലെ നരച്ച താടി മുടിയൊക്കെ ആയിട്ട് നടക്കുന്നത്. കാരണം ഒരു ഡൈ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തായാലും അങ്ങനെ സംഭവിക്കും. കിളവൻ ഒരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിക്കുകയാണ്, അതോടൊപ്പം പകുതി പ്രായമുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന തരത്തിലുള്ള കമൻറ്റുകളൊക്കെ ഇവർക്ക് നേരെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അവരുടെ ഡൈവോഴ്സ് വാർത്ത, അവർ ഡൈവോഴ്സ് ആകുന്നവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദിവ്യയുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഓൺ വോയിസിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഇക്കാര്യത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് ഓൺ വോയിസിൽ വരാൻ കാരണം എന്താണ്, ന്യൂസിലൊക്കെ വരാൻ തുടങ്ങി ഞങ്ങൾ ഡിവോഴ്സായി എന്നൊക്കെ ഒരുപാട് ന്യൂസുകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഓൺ വോയിസിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ താഴെ ദിവ്യ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, എൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുവാട്ടോ, ഞങ്ങളെ ഇഷ്ടം ഇല്ലാത്തവർ ബാഡ് കമൻ്റ് ഇടരുത് പ്ലീസ്, വീഡിയോ നോക്കാനേ നിൽക്കരുത്, ഞങ്ങൾ ആരുടെ ജീവിതത്തിലും എത്തി നോക്കാൻ വരുന്നില്ല, ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, ചാനലുകാർ അവരുടെ ഇഷ്ടത്തിന് വീഡിയോസ് ഇടുന്നതിന് ഞങ്ങൾ എന്തു പിഴച്ചു, ദയവ് ചെയ്ത് ആരും ബാഡ് കമൻ്റ് ഇടരുത്, ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, അത്രയുള്ളൂ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി നല്ല ആൾക്കാരുണ്ട്, അവരോടൊക്കെ ഒത്തിരി സ്നേഹവും നന്ദിയും മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പും ദിവ്യ എഴുതിയിട്ടുണ്ടായിരുന്നു. ഗർഭിണിയായോ, എന്തെങ്കിലും വിശേഷമുണ്ടോ എന്നാൽ അതൊക്കെ ഡബിൾ മീനിങ് തരത്തിലും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അതൊന്നും വായിക്കാത്തതും പറയാത്തതും. എന്നാൽ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുക കുഞ്ഞുണ്ടായോ എന്തൊക്കെ ഉള്ള മെസ്സേജുകളൊക്കെ ഇവർക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. അതോട് എടുത്തിട്ട് ഇവർ ഡൈവോഴ്സായി, ഇവർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്ന തരത്തിൽ. അതവർ കേട്ടും അടുത്തിട്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ഓൺ വോയിസിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഇതൊക്കെ കണ്ടും അടുത്തിട്ടായിരിക്കാം ഒരുപക്ഷെ ക്രിസും ഇതുപോലൊരു ലൈവ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ ലൈവ് വരാൻ കാരണം കഫേ വൈബ് എന്നൊരു ചാനൽ എന്നെക്കുറിച്ചും എന്റെ വൈഫിനെ കുറിച്ചും മോശമായ ടൈറ്റിലോട് കൂടിയ ഒരു കണ്ടന്റ് ഇല്ലാത്ത മോശം വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു. അതിന്റെ താഴെ കമന്റ് ചെയ്യുന്ന ഫിറോസ് ഖാനെ പോലുള്ള വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്.
അവരോട് ഞാൻ പറയുകയാണ്, ഞാൻ ഇപ്പോൾ വർക്കിന്റെ കാര്യത്തിൽ കുറച്ച് ബിസി ആയത് കാരണം മാത്രമാണ് കേസ് മാറി നിൽക്കുന്നത്. അതർവൈസ് ഐ എം ഫയലിംഗ് എ കേസ് അഗേൻസ്റ്റ് എവ്രി വൺ ഹൂ ഇൻഡയറക്ട്ലി സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതിൽ എനിക്കും എന്റെ വൈഫിനും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല. വി ആർ ഫയലിംഗ് എ കേസ് അഗേൻസ്റ്റ് ഓൾ ദോസ് പീപ്പിൾ. ഇങ്ങനെ മോശമായിട്ട് വളരെ തരം താഴ്ന്ന രീതിയിൽ കമന്റ് ചെയ്യുന്ന അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. താങ്ക് യു ഫോർ ജോയിനിങ്. എല്ലാവരും വരുന്ന ഓരോ ആൾക്കാരോടും 82ഓളം ആൾക്കാരുണ്ട്, എല്ലാവരോടും താങ്ക് യു ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ എം അഗൈൻ സെയിങ്, മോശമായ കമന്റ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. ഇത് തെറ്റെന്ന് പറയാൻ കാരണം ഒരാളെയും നിങ്ങൾക്ക് അധിക്ഷേപിക്കാൻ ഒരു അധികാരവും ഇല്ല. യു ഡോണ്ട് ഹാവ് എ റൈറ്റ് ടു ഡിഫെയിം ഓർ കൈൻഡ് ഓഫ് പോസ് വൾഗർ കമന്റ്സ് ലൈക്ക് യു ആർ ഡൂയിങ് നൗ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യത്തിനും ഐ എം നോട്ട് കമ്മിങ് ഫോർ എനി കൈൻഡ് ഓഫ് say I'm not asking you about my family life, how I should live or how I should be living, but these vulgar comments are very, very nasty, and I strongly say that action will be taken if I come back and find these comments or these videos online still. Then yes, every name, every channel which posted wrong titles just for the sake of getting some money, I'm filing a case against them, because this is defaming us, spreading false news, bullying and cyberbullying, especially harassment, violent, vulgar, sexual comments against us. It is not tolerated. I repeat, I am going ahead with a strong legal case. So you have a few days left before which I finish my work and come back. You have time to decide whether you want to still post such vulgar comments, and legal action will be taken. I'm feeling very sorry for you, because your family deserves a little more respect. Unlike what the kind of posts you're posting or the comments you're writing, your family deserves a better human. That is what I have to say. നിങ്ങളുടെ കുടുംബത്തിന് നല്ലൊരാളെ കിട്ടേണ്ടതായിരുന്നു. നിങ്ങളെപ്പോലത്തെ ഒരാളാണ് ഇത്രയും മോശമായിട്ട് എഴുതുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തന്നെ നിങ്ങളെ പുറത്താക്കും. ബിക്കോസ് അത്രയ്ക്ക് മോശമായിട്ടാണ് നിങ്ങൾ എഴുതുന്നത്. ആൻഡ് ഐ റിയലി ഫീൽ അടുത്തു ഈ കമന്റുകളൊക്കെ വായിച്ച്. അപ്പോൾ ക്രിസും പറയുകയാണ്, ഇനി ഇവർക്കെതിരെ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കും. ജോലി സംബന്ധമായിട്ട് നാട്ടിലില്ല, പുറത്താണ്. വന്നതിനുടനെ ഞാൻ വന്നു കഴിഞ്ഞിട്ടും ഇത് ഓൺലൈനിൽ ഇതേ വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ തലക്കോട്ടോടുകൂടി അയച്ചിരിക്കുന്ന എല്ലാ ചാനലുകൾക്കെതിരെ കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഇൻഡയറക്റ്റ്ലി പറയുകയാണ്, ഒന്നിൽ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാപ്പ് പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലാത്ത പക്ഷം പുള്ളി കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇത്രയെതിരെ ബുള്ളിങ് നേരിടുന്നത് എന്ന് ചോദിച്ചാൽ മനസ്സിലാകുന്നില്ല. കാരണം ചിലപ്പോൾ അവർ രണ്ടാമത് വിവാഹം കഴിച്ചത് കൊണ്ടാണോ എന്നറിയത്തില്ല. ഒരുപാട് സ്ത്രീകൾ 30-32 വയസ്സൊക്കെ ഉള്ളവർ ഡൈവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ജീവിതം വേണമല്ലോ. അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു കര പറ്റിക്കണം. അവരുടെ ഫ്യൂച്ചറൊക്കെ നോക്കുമ്പോൾ ഉറപ്പായിട്ടും അവർക്കൊരു സെക്കൻഡ് മാരേജിലേക്ക് പോകുന്നതിൽ എന്താണ് തെറ്റ്? പെണ്ണുങ്ങളെ മാത്രമല്ല, ആണുങ്ങളും അങ്ങനെ തന്നെ. അവർക്ക് ഭാവിയിൽ കുറച്ച് സപ്പോർട്ട് വേണം എന്നൊക്കെ തോന്നുന്ന നിമിഷത്തിൽ അവർക്ക് വിവാഹം കഴിക്കാമല്ലോ, സെക്കൻഡ് മാരേജ്. പിന്നെ പേരൻസ് എന്തുകൊണ്ടാണ് നമ്മൾക്കൊരു വിവാഹം തരുന്നത്? നമുക്കൊരു പോയിന്റ് എത്തി കഴിയുമ്പോൾ നമുക്കൊരു തുണ വേണം, കൂട്ട് വേണം എന്ന് അവർക്കറിയാം. അതുകൊണ്ടല്ലേ ഇപ്പോൾ ആൺകുട്ടികളെ എടുത്ത് നോക്കിയാൽ 30, 31, 29 വയസ്സാകുമ്പോഴേക്കും അവരെ കല്യാണം കഴിപ്പിക്കാൻ ഒരു ഉത്സാഹം കാണിക്കുന്നത്. ആ പെൺകുട്ടികളൊക്കെ 20 വയസ്സാകുമ്പോഴേക്കും കാരണന്മാർക്ക് ആദ്യം കയറും, അവർ കെട്ടിച്ചു വിടണമല്ലോ, അവർക്കൊരു തുണ കണ്ടെത്തണമല്ലോ, അവരെ ഭാവി സേഫ് ആക്കണമല്ലോ എന്നൊക്കെ. അപ്പോൾ അത് ഒരു കാരണമുണ്ടല്ലോ. അവരുടെ ജീവിതം സെക്യൂർ ആവണം, നല്ലപോലെ ഒരു കുടുംബജീവിതത്തിലേക്ക് അവർ പോകണം, പുതിയ തലമുറ അവർ സൃഷ്ടിക്കപ്പെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ വരുന്നത്. അപ്പോൾ ഒരു വിവാഹം നടന്നു, ആ വിവാഹം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലൈഫില്ല എന്നൊന്നും ഇല്ലല്ലോ. ക്രിസും ദിവ്യയാണെങ്കിൽ ഒളിച്ചോടിയതോ അല്ലെങ്കിൽ ലിവിങ് ടുഗദറിലോ ഒന്നും അല്ലല്ലോ. അവരവരുടെ മതാചാര പ്രകാരം അവരുടെ ബന്ധുമിത്രാദികളുടെ അനുവാദത്തോടു കൂടിയും എല്ലാ ഇതും പാലിച്ചുകൊണ്ടുള്ള ഒരു വിവാഹമായിരുന്നല്ലോ അവരുടേത്. ഒരു മാരേജ് ലീഗലി ഇതാകുന്നത് രജിസ്റ്റർ ചെയ്യാതെ ആവത്തില്ല. അപ്പോൾ പിന്നെ രജിസ്റ്റർ മാരേജും കല്യാണം തന്നെയല്ലേ. അപ്പോൾ അതിൽ അത്ര വലിയ ഇതായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നതെന്നു വെച്ചാൽ ഒരു പോയിന്റിൽ ഇപ്പോൾ ഒരു പുരുഷനായിക്കോട്ടെ സ്ത്രീക്കാണ് അവർക്ക് പറ്റത്തില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അവർക്ക് ഡൈവോഴ്സ് ചെയ്യാമല്ലോ. അതിനുള്ള നിയമമുണ്ട്, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആണായാലും പെണ്ണായാലും ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്വാതന്ത്ര്യമാണ് രണ്ടാമത് വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത്. അവർ കഴിച്ചു, അവരിനി സന്തോഷകരമായി ജീവിക്കട്ടെ, അവർ നന്നായി ജീവിക്കുന്നു. ദിവ്യയെ സംബന്ധിച്ചിടത്തോളം കുറേ കഷ്ടപ്പെട്ടു, ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു, 2 കുട്ടികളായി, ഒരുപാട് പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചു. അതിനുശേഷം ഒരു തുണയെ കിട്ടി, നല്ലൊരു ഭർത്താവിനെ കിട്ടി. അപ്പോൾ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്ന 2 കുഞ്ഞുങ്ങൾക്ക് ഒരു പിതാവുണ്ട്. അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അതിന് ക്രിസ്തും പറയണം, എൻ്റെ ജീവിതത്തിലേക്ക് ആരും എത്തി നോക്കണ്ട, ആരോടും ഞാൻ ചോദിക്കുന്നില്ല ഞാൻ എങ്ങനെ ജീവിക്കണം, ഏത് തരത്തിൽ ജീവിക്കണം, എൻ്റെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളാരും ബോധറാവണ്ട എന്നാണ് ക്രിസ്തും പറയുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കും. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.